Hey guys, welcome back to Debug Media. ഈ ട്യൂട്ടോറിയൽ നമ്മൾ സൂഡോ ക്ലാസ് ആൻഡ് സൂഡോ എലിമെന്റ്സിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് സൂഡോ ക്ലാസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിനായി ഫസ്റ്റ് ഞാനിത് ഇവിടെ ഒരു ബട്ടൺ ടാഗ് ഇടുന്നു. അതിൻ്റെ ഉള്ളിൽ സബ്മിറ്റോ എന്ത് വേണം ടെക്സ്റ്റ് കൊടുക്കാം. അതേപോലെ ഒരു പാരഗ്രാഫും കൂടി ഇടാം. ഇതിനുള്ളിൽ വെൽക്കം ടു ഡീബഗ് മീഡിയ. ഓക്കെ, ഇതിപ്പോൾ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടന്റ് ഇവിടെ കിട്ടും. ഇനിയിപ്പോൾ ഈ കണ്ടന്റിന് മേലെ ഞാൻ മൗസ് കൊടുന്ന് വെച്ചാൽ ഒന്നും ഒരു എഫക്റ്റും ഇല്ല, ഒരു ആനിമേഷനും ഒന്നും നടക്കുന്നില്ല. അപ്പോൾ ഇതിന് പറയുന്നതാണ് മൗസ് ഹോവർ. മൗസ് ഹോവർ എഫക്റ്റ് ആണ് ഇപ്പോൾ ഈ മൗസ് ഈ കണ്ടന്റിന് മേലെ വെച്ചാൽ ഉണ്ടാവുന്നത്. ഈ ഹോവർ എഫക്റ്റ് സൂഡോ ക്ലാസ്സിൽ പെട്ടതാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ സ്റ്റൈൽ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിനായി സ്റ്റൈൽ ഷീറ്റ് ഓപ്പൺ ചെയ്തിട്ട് ബട്ടൺ ടാഗ് എഴുതാം. എന്നിട്ട് നമ്മൾ കോളൻ ഇടും. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഹോവർ എന്ന് ടൈപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് ഹോവറിൻ്റെ പ്രോപ്പർട്ടി ആക്സസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് സാധാ ബ്രാക്കറ്റ് തുറക്കുന്ന പോലെ തുറന്നിട്ട് ഇതിനുള്ളിൽ എന്ത് സ്റ്റൈലോ എന്ത് പ്രോപ്പർട്ടീസാണ് എഴുതുന്നത് അത് നിങ്ങൾ മൗസ് ഹോവർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഞാൻ ബട്ടണിന് ഹോവർ ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളർ ഒരു ലൈറ്റ് ബ്ലൂ കൊടുക്കാം. എന്നിട്ട് ബോർഡർ വേണമെങ്കിൽ ഒരു 3 പിക്സൽ സോളിഡ് ബ്ലാക്ക് കൊടുക്കാം. ഇനിയിപ്പോൾ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ നിങ്ങൾക്ക് ഇവിടെ ഹോവർ ചെയ്യുമ്പോൾ ബട്ടൻ്റെ കളർ മാറുന്നത്. ഈ ഒരു എഫക്റ്റിനാണ് നമ്മൾ ഹോവർ ഉപയോഗിക്കുന്നത്. ഇതുകൂടാതെ പലതും ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഇനി പാഡിങ് കൂട്ടാം, ഒരു 15 പിക്സൽ. അതൊക്കെ നടക്കുന്നത് ഹോവറിലായിരിക്കും. അപ്പോൾ നോർമലി ഇതൊന്നും ഉണ്ടാവില്ല, ഈ സ്റ്റൈലൊന്നും അപ്ലൈ ആവില്ല. ഇപ്പോൾ ബട്ടൺ ഹോവർ ചെയ്യുന്നു, അപ്പോൾ മാത്രമാണ് ഈ സ്റ്റൈലൊക്കെ കയറി വരാം. ഇപ്പോൾ ഇത് റീഫ്രഷ് ചെയ്ത് ഹോവർ ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ബട്ടൻ്റെ സ്റ്റൈൽ മാറി. ഈ ഹോവർ എഫക്റ്റ് ബട്ടന് മാത്രമല്ല എന്ത് എലിമെൻറ്റിന് വേണമെങ്കിലും കൊടുക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളിവിടെ പാരഗ്രാഫ് ടാഗ് ഇട്ടിട്ടുണ്ടല്ലോ, അതിനൊന്ന് കൊടുത്തു നോക്കാം. അതിനായി ഇവിടെ നമ്മൾ ഹോവർ എന്ന് എഴുതും. ഇതിൽ നമുക്ക് ഫോൺ സൈസ് ഒരു 25 പിക്സൽ കൊടുക്കാം. ഇപ്പോൾ ഇത് റീഫ്രഷ് ചെയ്തിട്ട് നിങ്ങൾ ഹവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ആ ടെക്സ്റ്റ് വലുതാവുന്നത് ഹവർ ചെയ്യുമ്പോൾ. പക്ഷെ അത് എടുത്തു കഴിഞ്ഞാൽ അത് പഴയ പോലെ ആവും, കാരണം ആ ടൈമിൽ അതിനൊരു എഫക്റ്റും ഇല്ല. അപ്പോൾ അതിനാണ് നമ്മൾ ഹോവർ ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത് നമുക്ക് ഫോക്കസ് സൂഡോ ക്ലാസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിനായി ഞാനത് അവിടെ ഒരു ഇൻപുട്ട് ബോക്സ് ഇടുന്നു. ഇതിനുള്ളിൽ ടെക്സ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇത് നമുക്ക് ഓൾറെഡി ഒരു ഹോവർ എഫക്റ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇത് റിമൂവ് ചെയ്യാം. ഇതിൻ്റെ ഈ സ്റ്റൈലും റിമൂവ് ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ ഫോക്കസ് സൂഡോ ക്ലാസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ എപ്പോൾ എന്തെങ്കിലും ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഒരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ഫോക്കസ് കിട്ടി. ക്ലിക്ക് ഇവൻ്റ് വേറെ ഉണ്ട്, അത് നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ പഠിക്കണമായിരിക്കും. പക്ഷെ അതുകൂടാതെ തന്നെ ഇപ്പോൾ ടാബ് വൈസ് നമ്മൾ ഇങ്ങനെ കീബോർഡ് ടാബ് അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോ എലിമെൻറ്റിലേക്ക് ഫോക്കസ് പോണത് കണ്ടോ. അപ്പോൾ ഇതിനാണ് ഫോക്കസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഫോക്കസ് ആയി കഴിഞ്ഞാൽ ഇതിന് നമുക്ക് എന്തെങ്കിലും ഒരു സ്റ്റൈൽ അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ ഫോക്കസ് വെച്ചിട്ടായിരിക്കും കൊടുക്കുക. അതിനായി എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ഇൻപുട്ട് ഇവിടെ ഇട്ട് കോലൻ, ഇനി ഇവിടെ ഹോവറിൻ്റെ പകരം ഫോക്കസ് എഴുതും. എന്നിട്ട് നമ്മൾ ഇതിനുള്ളിൽ ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് വേണമെങ്കിൽ ഒരു സിൽവർ കൊടുക്കാം. ബോർഡർ നമുക്കൊരു 1 പിക്സൽ സോളിഡ് റെഡ് കൊടുക്കാം. അപ്പോൾ ചേഞ്ചസ് അറിയാലോ. ഇനി റീഫ്രഷ് ചെയ്തിട്ട് ഇവിടെ ഹോവർ ചെയ്യുമ്പോൾ ഒന്നും നടക്കില്ല, കാരണം ഹോവർ എഫക്റ്റിൽ നമ്മൾ ഒന്നും എഴുതിയിട്ടില്ല. ഇനി ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കളർ മാറുന്നു കാണാം. ഇനിയിപ്പോൾ എനിക്ക് ഇവിടെ ആണെങ്കിൽ എന്ത് ടൈപ്പിങ് ചെയ്യാം. എന്നിട്ട് ബാക്ക് അടിച്ചു കഴിഞ്ഞാൽ, അതായത് വേറെ എവിടെയെങ്കിലും ക്ലിക്ക് ആയാൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ ഫോക്കസ് പോയെന്നാണ്. ഇനി അടുത്തത് നമുക്ക് ഫസ്റ്റ് ചൈൽഡും ലാസ്റ്റ് ചൈൽഡും എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിനായി ഫസ്റ്റ് നമ്മളൊരു ഡിവ് ഓർക്കുന്നു. അതിനുള്ളിൽ ഒരു 2-3 പാരഗ്രാഫ് ടാഗ് ഇടാം. ഓക്കെ, ഇപ്പോൾ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ 3 പാരഗ്രാഫ് കിട്ടും. ഇനി ഇതിലിപ്പോൾ ഈ വെൽക്കത്തിൻ്റെ 3 വെൽക്കമാണ്, 3 പാരഗ്രാഫാണല്ലോ ഉള്ളത്. അപ്പോൾ ഇതിലത്തെ ഫസ്റ്റ് പാരഗ്രാഫും അല്ലെങ്കിൽ ലാസ്റ്റ് പാരഗ്രാഫും എനിക്ക് സ്റ്റൈൽ ചെയ്യണം. അപ്പോൾ നോർമലി നമ്മൾ ഐഡിയോ അല്ലെങ്കിൽ ക്ലാസ് ഇട്ടിട്ടാണ് ഇതെപ്പോഴും സ്റ്റൈൽ ചെയ്യാറ്, ഇപ്പോൾ ഇൻഡിവിജ്വൽ ആണെങ്കിലോ അതോ എല്ലാം സ്റ്റൈൽ ചെയ്യണമെങ്കിൽ. പക്ഷേ ഈ കേസിൽ നമുക്ക് സൂഡോ ക്ലാസ് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഫസ്റ്റ് എലിമെൻറ്റ് സ്റ്റൈൽ ചെയ്യാനായി ഇവിടെ നമുക്ക് ഡിവ് ആദ്യം എഴുതാം. എന്നിട്ട് പി ഇടാം, കാരണം പീൻ്റെ പാരൻ്റ് ആണ് ഡിവ്. അപ്പോൾ ഡിവ് ഇട്ടിട്ടാണ് നമ്മൾ വിളിക്കാറ്. അപ്പോൾ ഇത് എഴുതാനായി ഫസ്റ്റ് നമ്മൾ ഡിവ് ഇടും. എന്നിട്ട് അതിനുള്ളിലാണല്ലോ പി, അപ്പോൾ നമ്മൾ സ്പേസ് ഇട്ടിട്ട് പി ഇടും. എന്നിട്ട് ഇതിനുള്ളിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഡിവ് ഇടേണ്ടത് ഡയറക്റ്റ് പി വേണമെങ്കിലും വിളിക്കാം, കാരണം ഇവിടെ വേറെ ഡിവും പി ഇല്ലാത്തതുകൊണ്ട് ഇതിന് മാത്രമാണ് ആക്സസ് ചെയ്യുള്ളൂ. വേറെ കുറേ ഡിവ് ഉണ്ടെങ്കിൽ അതെല്ലാതും ആക്സസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ക്ലാസ് ഇട്ട് വേണം വിളിക്കാൻ. അപ്പോൾ ഈ കേസിൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, പക്ഷെ എന്നാലും നമുക്ക് ഡിവും സ്പേസ് പി ഇട്ടിട്ട് വിളിക്കാം. എന്നിട്ട് നമ്മൾ കോളൻ ഇടും. ഇവിടെ നമ്മൾ ഫസ്റ്റ് ഡാഷ് ചൈൽഡ് എന്ന് എഴുതും. ഇതിനുള്ളിൽ എന്ത് സ്റ്റൈലാണ് നമ്മൾ എഴുതുന്നത് അതൊക്കെ ഈ ഫസ്റ്റ് എലിമെൻറ്റ് മാത്രമായിരിക്കും അപ്ലൈ ആവുന്നത്. ഇനി ഇവിടെ നമ്മൾ കളർ റെഡ് കൊടുക്കാം. എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ബ്ലാക്ക് കൊടുക്കാം. പാഡിങ് ഒരു 15 പിക്സൽ കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഫസ്റ്റ് എലിമെൻറ്റ് മാത്രമാണ് ഇതൊക്കെ അപ്ലൈ ചെയ്തത്, നമ്മൾ സാധാ ഐഡി ഇട്ട് വിളിക്കണ പോലെ. പക്ഷേ ഇത് ഡയറക്റ്റ് CSS ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഈ ഡിവ് ഇല്ലാണ്ട് വിളിച്ചാലും ഈ സാധനത്തിന് തന്നെ എഫക്റ്റ് ആവുള്ളൂ, കാരണം വേറെ ഡിവ് ഒന്നും ഇല്ലല്ലോ ഇവിടെ. ഇനിയിപ്പോൾ എനിക്ക് ഫസ്റ്റ് വേണ്ട ലാസ്റ്റിനാണ് വിളിക്കണമെന്ന് വെച്ചാൽ ജസ്റ്റ് ഈ ഫസ്റ്റ് റിമൂവ് ചെയ്തിട്ട് ഇവിടെ ലാസ്റ്റ് എന്ന് കൊടുത്താൽ മതി. ഇത് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ലാസ്റ്റ് എലിമെൻ്റ് ആവും കിട്ടാം. ഇനി ഇതുകൂടാതെ ഇനിയും കുറച്ച് സൂഡോ ക്ലാസ് ഉണ്ട്, പക്ഷെ നമ്മളെല്ലാം കവർ ചെയ്യില്ല, കാരണം എല്ലാം നമ്മൾ ഡേ ടു ഡേ ഉപയോഗിക്കില്ല. അപ്പോൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് മാത്രമേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുള്ളൂ.
ബാക്കിയെല്ലാം നമ്മൾ വരുന്ന ട്യൂട്ടോറിയൽസിൽ ഓരോ വെബ്സൈറ്റ് ഒക്കെ ഡെവലപ്പ് ചെയ്യുമ്പോൾ കവർ ചെയ്യുന്നതായിരിക്കും. ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് നോക്കാം nth ചൈൽഡ്. അതായത് ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റും ചെയ്തു ലാസ്റ്റും ചെയ്തു. ഈ nth ചൈൽഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഓർഡറിൽ നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഞാനിവിടെ nth-child 2 ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ സെക്കൻഡ് എലിമെൻ്റ് ആയിരിക്കും സ്റ്റൈൽ ആവുക. ഞാൻ ഇവിടെ 3 ഇട്ട് കഴിഞ്ഞാൽ ഇവിടുത്തെ തേർഡ് എലിമെൻ്റ് ആയിരിക്കും സ്റ്റൈൽ ആവുക. അപ്പോൾ നമുക്ക് നമ്പർ വൈസും ഇത് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമുക്ക് നമ്പർ വൈസ് വേണ്ട, എല്ലാ രണ്ടെണ്ണം വെച്ച് സ്റ്റൈൽ ചെയ്യണമെന്ന് വെച്ചാൽ ജസ്റ്റ് ഇവിടെ വന്നിട്ട് ഈവൻ എന്ന് ടൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ എല്ലാ ഈവൻ ഓർഡറിലുള്ള എലിമെന്റ്സ് ആയിരിക്കും സ്റ്റൈൽ ചെയ്യും. ഇനി ഓർഡർ മതി എന്ന് വെച്ചാൽ ജസ്റ്റ് ഓഡ് എന്ന് ടൈപ്പ് ചെയ്താൽ നമുക്ക് എല്ലാ ഓഡ് നമ്പേഴ്സിലുള്ള എലിമെന്റ്സ് ആയിരിക്കും സ്റ്റൈൽ ചെയ്യാം. അതോടെ നമ്മളെ സൂഡോ ക്ലാസിന്റെ എല്ലാ പ്രോപ്പർട്ടീസും നമ്മൾ കവർ ചെയ്തു, ഡേ ടു ഡേ യൂസ് ചെയ്യും. ഇനി നമുക്ക് സൂഡോ എലിമെന്റ്സ് എന്താണെന്ന് നോക്കാം. സൂഡോ എലിമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതുപോലെ തന്നെ ആയിരിക്കും, പക്ഷേ ഇവിടെ ഒരു കോളൻ ഉള്ളിടത്ത് 2 കോളം വരും. അതാണ് അതിന് തമ്മിലുള്ള വ്യത്യാസം. കാരണം CSS3-ലാണ് അവർ സൂഡോ ക്ലാസും സൂഡോ എലിമെന്റ്സ് എന്ന് പറഞ്ഞിട്ട് രണ്ടും വേർതിരിച്ചത്. പണ്ടിതെല്ലാം ഒന്നായിരുന്നു. പിന്നെ നമുക്കത് എന്താ നോക്കാം. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ അതാ പി ഇടും, എന്നിട്ട് കോളനിടും, 2 കോളനിടും സൂഡോ എലിമെന്റ്സ് ആയതുകൊണ്ട്. ഇനിയിപ്പോൾ W മാത്രം സ്റ്റൈൽ ചെയ്യുന്നത് വെച്ചാൽ നമ്മളിവിടെ ഫസ്റ്റ് ലെറ്റർ എന്ന് എഴുതും. ഇതിൻ്റെ നമ്മൾ കളർ റെഡ് കൊടുക്കും. പിന്നെ വേണമെങ്കിൽ ഒരു ഫോൺ സൈസ് നമുക്ക് ഒരു 20 പിക്സൽ കൊടുക്കാം. ഇപ്പോൾ ഇത് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം W മാത്രമായിരിക്കും സ്റ്റൈൽ ആവുന്നത്, കാരണം ഫസ്റ്റ് ലെറ്റർ ആണ് നമ്മൾ ആക്സസ് ചെയ്തത്. ഇനി ഇതുകൂടാതെ തന്നെ സെലക്ഷൻ എന്ന് പറഞ്ഞിട്ടും ഒരു സൂഡോ എലിമെന്റ് ഉണ്ട്. അതിനായി നമ്മൾ പി ഇടും, എന്നിട്ട് 2 കോളൻ ഇട്ട് നമ്മളിവിടെ സെലക്ഷൻ എന്ന് എഴുതും. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എഴുതുന്ന ഫോർ എക്സാമ്പിൾ കളർ നോക്കാം. ഈ പ്രോപ്പർട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളിതിവിടെ മൗസ് കൊണ്ട് നമ്മളിങ്ങനെ ഡ്രാഗ് ചെയ്യണമെന്ന് വിചാരിച്ചു അതിൻ്റെ മേലെക്കൂടെ. അപ്പോൾ നമുക്ക് ഈ ബ്ലൂ കളർ കിട്ടുമല്ലോ, നമ്മളെപ്പോഴും കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കണമല്ലേ മൗസ് കൊണ്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം. അപ്പോൾ ഈ കളർ ഇപ്പം മാറ്റണം. നിങ്ങൾ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് വെറൈറ്റി കളർ കൊടുക്കണമെന്ന് വെച്ചാൽ അതും ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാനിതവിടെ കളർ ബാക്ക്ഗ്രൗണ്ട് കളർ ഇപ്പോൾ ഒരു യെല്ലോ കൊടുക്കുന്നു. എന്നിട്ട് ഇവിടെ റീഫ്രഷ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഇത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം എല്ലാത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ യെല്ലോ ആയി. ഇത് ഫസ്റ്റ് ലെറ്റർ നമ്മൾ കളർ കൊടുത്തോണ്ടാണ് അതിന് എഫക്റ്റ് ആയത്. പക്ഷെ റിമൂവ് ചെയ്തിട്ട് നമ്മൾ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇത് ഡ്രാഗ് ചെയ്യുമ്പോൾ എല്ലാ ടെക്സ്റ്റും ബാക്ക്ഗ്രൗണ്ട് യെല്ലോ കളറാണ്. അപ്പോൾ ഡിഫോൾട്ട് കളർ നമ്മൾ ചേഞ്ച് ചെയ്തു. ഇതിനാണ് നമ്മൾ സെലക്ഷൻ ഉപയോഗിക്കുന്നത്. ഇനി അടുത്തത് നമുക്ക് ബിഫോറും ആഫ്റ്ററും എന്താണെന്ന് നോക്കാം. അത് ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു പാരഗ്രാഫ് ഇട്ട് 2 കോളൻ പിന്നെ ബിഫോർ. ഇതിനുള്ളിൽ കണ്ടന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അത് കണ്ടന്റ് എന്ന് പറഞ്ഞിട്ടാണ് എഴുതാം. ഇതിനുള്ളിൽ നമ്മൾ 2 കോട്ട്സ് ഇടും. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് എഴുതുന്നോ അത് ഈ പാരഗ്രാഫിൻ്റെ മുന്നിലായിരിക്കും വരാം. ഫോർ എക്സാമ്പിൾ ഇതിനുള്ളിൽ ഞാൻ ഹലോ എന്ന് എഴുതണം, എന്നിട്ട് കോളൻ സെമിക്കോളൻ ഇട്ടതിന് ശേഷം റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം എല്ലാ ടെക്സ്റ്റിനും മുന്നേ ഹലോ വന്നു. അതാണ് ഈ ബിഫോറിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതൊക്കെ നമ്മൾ ആനിമേഷൻ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെ ഉപകാരപ്പെടുന്നതാണ്. ഇനിയിപ്പോൾ ഇതെനിക്ക് വെൽക്കത്തിൻ്റെ ലാസ്റ്റ് വേണമെന്ന് വെച്ചാൽ എനിക്ക് ഇവിടെ വന്നിട്ട് ആഫ്റ്റർ എന്ന് പറഞ്ഞിട്ട് എഴുതാം. അപ്പോൾ ഇവിടെ ലാസ്റ്റ് വരും. അപ്പോൾ ഇതിനായി എനിക്കിപ്പോൾ CSS HTML പോയിട്ട് ഇവിടെ ഹലോ എന്ന് എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിൻ്റെ പകരം ഉള്ളൊരു ഷോർട്ട് കട്ടാണ് ഈ ബിഫോറും ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഈ ട്യൂട്ടോറിയലിൽ കൂടെ നമ്മൾ സൂഡോ എലിമെന്റ്സും സൂഡോ ക്ലാസും പഠിച്ച്. ഇതിൽ ഇനി ഇത്രയും മതി. ഇനി അടുത്ത ട്യൂട്ടോറിയൽ നമ്മൾ സ്പെസിഫിസിറ്റി എന്താണെന്ന് പഠിക്കുന്നതായിരിക്കും. അതോടുകൂടി നമ്മളെ CSSന്റെ കോഴ്സ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ ഫ്ലെക്സിൻ്റെ ഒരു കോൺസെപ്റ്റ് പഠിച്ചതിന് ശേഷം ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.